വി.ഡി. സതീശൻ ഇങ്ങനെ കേരളം കടൽ വെച്ചിട്ട് ഒരു പരമ പന്നനെ ഞാൻ കണ്ടിട്ടില്ല. ഈ ടീച്ചർ പ്രസംഗിക്കുന്നതും ഈ സംഘപരിവാർ നേതാക്കന്മാർ പ്രസംഗിക്കുന്നതും ബി.ജെ.പിയുടെ പല നേതാക്കന്മാർ പ്രസംഗിക്കുന്നതും അത് കേട്ട് വെള്ളാപ്പള്ളി നടേശൻ പ്രസംഗിക്കുന്നതും ഒക്കെ കേട്ടാൽ ഇവരെന്തും പറയും. ഇവരുടെ നാവിൽ നിന്ന് വർഗീയ വിഷമാണ് ചീറ്റുന്നത് എന്ന് പറയാൻ എനിക്ക് വിഷമമുണ്ട്. ഈ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിമാണോ അവൻ വർഗീയവാദിയാണ്. വർഗീയവാദിയല്ലാത്ത ഒരു മുസ്ലിം ലോകത്ത് ഇന്ത്യ മഹാരാജ്യം ജീവിച്ചിരിപ്പില്ല. ഈ ക്രിസ്ത്യാനി നമ്മൾ ഇവിടെ കിടന്ന് ചാടുന്നവർ എത്ര ഉണ്ടെന്നറിയോ? ഞാൻ ഇപ്പോൾ ക്രിസ്ത്യാനി ഇന്ത്യ രാജ്യം 2% എന്നത്തെ കിടന്ന് ചാടുന്നത് ബി.ജെ.പിയുടെ മാന്യതകൊണ്ടല്ലേ അവരെ ചോദിച്ചു നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തൊരു വീഡിയോ ഉണ്ട്. വി.ഡി. സതീശൻ വർഗീയതയെ തുടച്ചു നീക്കാനുള്ള പണി തുടങ്ങി എന്നുള്ളതാണ്. 10 വർഷം മുൻപ് ശശികല എന്ന് പറയുന്ന ആ ഒരു സ്ത്രീക്ക് കൊടുത്ത മറുപടിയും നമ്മൾ ശ്രദ്ധിച്ചതാണ്. എന്നാൽ കർണാടകയിൽ നടപ്പിലാക്കിയ അതേ ബില്ല് കേരളത്തിൽ നടപ്പിലാക്കാൻ പോവുകയാണ് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, നല്ലൊരു തീരുമാനമാണെന്നുള്ളതാണ്. ഈ മന്ത്രിസഭ രൂപീകരിക്കുന്നതിന്റെ തൊട്ട് മുൻപായിട്ട് ബി.ജെ.പിയിലെ പല പ്രമുഖ വ്യക്തികളും ബി.ജെ.പിയുടെ MLA ആയിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറും നടത്തിയ ആ വൃത്തികെട്ട പരാമർശം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മുസ്ലിം ലീഗിനെ ചേർത്ത് വെച്ചുകൊണ്ടായിരുന്നു ആ ഒരു വിദ്വേഷപരമായിട്ടുള്ള ചർച്ചകൾ എന്നുള്ളതാണ്. വളരെ മോശമാണ് എന്റെ ചന്ദ്രോ എന്ന് എനിക്ക് പറയാനുള്ളൂ. എന്താണ് കർണാടകയിൽ പാസ്സാക്കിയ ബില്ല് എന്നല്ലേ നോക്കാം. വർഗീയതയ്ക്കും വിദ്വേഷ പ്രസംഗങ്ങൾക്കും എതിരെ കർണാടക സർക്കാർ കർണാടക വിദ്വേഷ കുറ്റകൃത്യ ബിൽ 2025 ദി കർണാടക ഹെയ്റ്റ് സ്പീച്ച് ആൻഡ് ഹെയ്റ്റ് ക്രൈം പ്രിവെൻഷൻ ബിൽ 2025 എന്ന പേരിൽ ശക്തമായ ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന് 2025 ഡിസംബറിലും 2026 ഫെബ്രുവരിയിലും വലിയ വാർത്താ പ്രാധാന്യം ലഭിച്ചു എന്നുള്ളതാണ്. ഈ നിയമത്തിന്റെ പ്രധാന വശങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ കുറെ എണ്ണം ഉണ്ട്. കുറെ വിഷകലകള്, RSSന്റെ മേധാവികള്, ബി.ജെ.പിയുടെ പ്രധാനപ്പെട്ട കുറെ ടീംസ് അവരൊന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വിദ്വേഷ പ്രസംഗത്തിന്റെ നിർവചനം: മതം, ജാതി, ലിംഗം, ലൈംഗിക ആഭിമുഖ്യം, ജനനസ്ഥലം, വൈകല്യം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തിക്കോ ഗ്രൂപ്പിനോ എതിരെ വിദ്വേഷമോ ശത്രുതയോ വളർത്തുന്ന രീതിയിലുള്ള സംസാരം, എഴുത്ത്, ഡിജിറ്റൽ ഉള്ളടക്കം എന്നിവയെ ഈ നിയമം കുറ്റകരമായി കാണുന്നു എന്നുള്ളതാണ്. ഇപ്പോ മുസ്ലിം ലീഗിനെതിരെയാണ് അങ്ങനെ ഒരു വിദ്വേഷ പരാമർശം നടത്തിയത്. അതിനെതിരെ കേസ് എടുത്തിട്ടുണ്ട്. ഈ ബില്ല് കേരളത്തിൽ പാസ്സാക്കാൻ വലിയ പണിയൊന്നും ഇല്ലല്ലോ അല്ലെ? അത് പാസ്സായി കഴിഞ്ഞാൽ എന്താവും പണി എന്ന് പറയേണ്ടതായിട്ടില്ലല്ലോ. കുറെ വിഷകലകൾ ജയിലിനകത്ത് കിടക്കുന്നുള്ളതാണ്. 1 വർഷം മുതൽ 7 വർഷം വരെ തടവും 50,000 രൂപ പിഴയുമാണ് ആദ്യത്തെ കുറ്റം. എന്നാൽ രണ്ടാമതും അത് ആവർത്തിച്ചാൽ 2 മുതൽ 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപ പിഴയും. ഈ നിയമപ്രകാരമുള്ള കുറ്റങ്ങൾക്ക് ജാമ്യമില്ല എന്നുള്ളതും കൂടി നമ്മൾ നോക്കണം. നോൺ ബെയിലബിൾ ആയിട്ടുള്ള കുറ്റകൃത്യങ്ങളാണ് ഇത് കേട്ടോ. അടിപൊളി. സംഘടനകൾക്കുള്ള ഉത്തരവാദിത്വം: ഒരു സംഘടനയുമായി ബന്ധപ്പെട്ട് വിദ്വേഷ പ്രസംഗം നടന്നാൽ ആ സംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലുള്ളവർക്കെതിരെയും കേസെടുക്കാൻ നിയമം അധികാരം നൽകും. ഏതെങ്കിലും സംഘടനക്കകത്ത് നിന്നിട്ട് ഏതെങ്കിലും ഒരു വ്യക്തി നടത്തുന്ന ഈ വിദ്വേഷ പ്രസംഗങ്ങളോ ഈ വിവാദപരമായ കാര്യങ്ങളോ ചെയ്തു കഴിഞ്ഞാൽ സംഘടനയുടെ തലപ്പത്തിരിക്കുന്നവന് ജയിലിൽ പോകും. ഇപ്പൊ രാജീവ് ചന്ദ്രശേഖർ ഏത് രീതിയിലാണ് നിൽക്കുന്നത് അറിയാമല്ലോ. അയാൾ ഈ നിയമം ഇവിടെ പാസ്സായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജയിലിൽ പോകേണ്ട മനുഷ്യനാണ്. സോഷ്യൽ മീഡിയയിലോ മറ്റ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലോ വിദ്വേഷം പരത്തുന്ന രീതിയിലുള്ള ഉള്ളടക്കങ്ങൾ കണ്ടാൽ അവ നീക്കം ചെയ്യാനും ബ്ലോക്ക് ചെയ്യാനും സർക്കാരിന് ഈ നിയമം അധികാരം നൽകുന്നു. വളരെ പെട്ടെന്ന് തന്നെ പണി കൊടുക്കാന്നുള്ളതാണ്. ഇനി ഇരകൾക്ക് നഷ്ടപരിഹാരം: വിദ്വേഷ കുറ്റകൃത്യങ്ങൾക്ക് ഇരയാകുന്നവർക്ക് സർക്കാർ പ്രത്യേക നഷ്ടപരിഹാരം നൽകണമെന്ന വ്യവസ്ഥയും ഉണ്ട് എന്നുള്ളത്. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വിഷകലയൊക്കെ പൈസ കെട്ടി ഒരു വിധാവും. അത്രമാത്രം ഡയലോഗ് അടിക്കുന്നത്. എന്നാൽ ഇവിടെ പ്രധാനമായിട്ടും പറയേണ്ട പേര് വിഷകലയുടെ മാത്രമല്ല. 1 PC ജോർജ്, 2 SNDPയിൽ നിന്ന് എന്തൊക്കെയോ കട്ടുമുടിച്ച ഒരു വ്യക്തി അറിയാമല്ലോ, വെള്ളാപ്പള്ളി നടേശൻ, പിന്നെയാണ് ശശികല വരുന്നത്. ഈ 3 എണ്ണവും വാ തുറക്കാതിരുന്നാൽ തന്നെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാവും എന്നുള്ളതാണ്. പിണറായി സർക്കാർ താഴെ ഇറങ്ങാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാരാ? അത് നമ്മുടെ എല്ലാവരുടെ പൊന്നോമന പുത്രൻ വെള്ളാപ്പള്ളി നടേശനാണ് അല്ലെ? വെള്ളാപ്പള്ളി നടേശനാണ്. പിന്നെ പൂഞ്ഞാറിലുള്ള PC ജോർജ്, അവന്റെ നാക്ക് കുറച്ച് വീഡിയോസ് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇതാണ് നിയമങ്ങൾ കേട്ടോ. ഈ നിയമങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാല് പിന്നെ പറയേണ്ടതായിട്ട് ഒന്നുമില്ലല്ല. അല്ല, 8ന്റെ പണി ആർക്കൊക്കെ കിട്ടുക? ബി.ജെ.പിയുടെ ആൾക്കാർക്കാണ് നടത്തുക. എന്തായാലും ഒരു 10 വർഷം മുമ്പ് ശശികലക്ക് കൊടുത്ത അന്ന് കാണിച്ച വീഡിയോന്റെ മറ്റൊരു വശം കൂടിയും കാണാം. ഈ ടീച്ചർ പ്രസംഗിക്കുന്നതും ഈ സംഘപരിവാർ നേതാക്കന്മാർ പ്രസംഗിക്കുന്നതും ബി.ജെ.പിയുടെ പല നേതാക്കന്മാർ പ്രസംഗിക്കുന്നതും അത് കേട്ട് ഈ വെള്ളാപ്പള്ളി നടേശൻ പ്രസംഗിക്കുന്നതും ഒക്കെ കേട്ടാൽ ഇവരൊക്കെ എത്ര വലിയ മാന്യരായിട്ടാണ് വന്ന് സംസാരിക്കുന്നത്. ടീച്ചറെ, എനിക്ക് വലിയ സങ്കടമുണ്ട്. ടീച്ചർ ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടികൾ ഇത് കേട്ടാണല്ലോ പഠിച്ചതെന്നുള്ള സങ്കടം ഇരിക്കുന്നുണ്ട്. കാരണം ഇവര് എന്റെ നിയോജക മണ്ഡലത്തിൽ പറവൂര് വന്ന് പ്രസംഗിച്ച് എന്താണെന്ന് ഞാൻ പറയാം. ഞാനന്ന് ഹരിത MLA എന്ന് മാധ്യമങ്ങളെല്ലാം പറയുന്ന കാലത്ത് ഇയാളുടെ ഹരിതം എന്ന് പറയുന്നത്
പച്ചയാണ്, മുസ്ലിമിന്റെ പച്ചയാണ് എന്ന് പൊതുയോധി പ്രസംഗിച്ചാണ് ഇവരെന്തും പറയും. ഇവരുടെ നാവിൽ നിന്ന് വർഗീയ വിഷമാണ് ചീറ്റുന്നത് എന്ന് പറയാൻ എനിക്ക് വിഷമമുണ്ട്. അവരെ മുമ്പിലിരുന്നു അവരുടെ മുഖം കണ്ടുകൊണ്ട് അത് പറയാൻ എനിക്ക് വിഷമമുണ്ട്. ഇവരുടെ എല്ലാ പ്രസംഗങ്ങളും വർഗീയ വിഷം ചീറ്റുന്ന പ്രസംഗങ്ങളാണ്. അന്ന് തന്നെ വി ഡി സതീശൻ മുഖത്ത് നോക്കി ചോദിച്ചതും പറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങൾ തൊട്ട് മുന്നിലിരുന്ന് മുഖത്ത് നോക്കിയിട്ടാ പറയുന്നത്. വിദ്വേഷപരമായിട്ടുള്ള വർഗീയപരമായ കാര്യങ്ങളാണ് ശശികല പറയുന്നത് എന്നുള്ളത്. അപ്പൊ ശശികലയ്ക്ക് ഒരു പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. PC ജോർജിന് പണി കിട്ടും. അതുപോലെ തന്നെ കിട്ടേണ്ട വ്യക്തിയുണ്ട്. അതുപോലെ തന്നെ കിട്ടേണ്ട ഒരുവൻ കൂടിയുണ്ട്. അതാണ് വെള്ളാപ്പള്ളി നടേശൻ. കിട്ടേണ്ടത് തന്നെയാണ് അവനൊക്കെ. ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയുന്നതാണ് ഇവരുടെ പ്രധാനപ്പെട്ട പരിപാടി. ആളുകളുടെ ഇടയിൽ വിഷമമുണ്ടാക്കി, പ്രയാസമുണ്ടാക്കി, അവരുടെ മനസ്സിൽ ആ വിഷം കുത്തിവെച്ച് മറ്റുള്ള മതവിഭാഗങ്ങളോട് ശത്രുത തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഇല്ലാത്ത പൊളിവചനങ്ങൾ പറയുകയാണ്. ഇവരുടെ പ്രസംഗങ്ങൾ നികേഷ് കേട്ടുകയാണല്ലോ. ഇവരുടെ പ്രസംഗങ്ങൾ കേരളത്തിൽ എല്ലായിടത്തും ഉണ്ട്. ഇപ്പോ രക്ഷാപ്രവർത്തനത്തെക്കുറിച്ച് പറഞ്ഞെന്നാണ് ഇവർ പറയുന്നത്. വഴിയരിയിലൂടെ പോയ ഒരാളുടെ മുണ്ട് പറിച്ചെടുത്ത് നൌഷാദ് രക്ഷിക്കണമെന്ന് പറയും. അതൊന്നുമല്ല, അതിന്റെയൊക്കെ അപ്പുറം ഇവർ പറഞ്ഞിട്ടുണ്ട്. ഇഷ്ടം പോലെ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ സംസാരിക്കരുത്. കേരളത്തിലെ എത്രയോ ആളുകളുടെ ഒരു അപകടത്തിൽ പരിക്കേറ്റ ജീവത്യാഗം ചെയ്ത ഒരാൾക്ക് ഗവൺമെന്റ് ധനസഹായം കൊടുത്തപ്പോൾ ഇതുവരെ വെള്ളത്തിൽ ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചവരുടെ കണക്കെടുക്കുകയാണ് അവർ. മറുപടി ആ നൌഷാദ് എന്നുള്ള പേരുപയോഗിച്ചുകൊണ്ട് അത് കേരളത്തിൽ വിൽക്കാൻ ശ്രമിക്കുകയാണ്. അന്ന് തന്നെ കൊടുത്തതാണ് 8ന്റെ പണി ശശികലയ്ക്ക്. അതിന്റെ ബാക്കിയായിട്ടുള്ള വീഡിയോ ആണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വി ഡി സതീശനെ വെല്ലുവിളിച്ച് 24 മണിക്കൂറിനുള്ളിൽ അല്ല 1 മണിക്കൂറിനുള്ളിൽ തിരിച്ച് പണി അങ്ങ് കൊടുത്തു. അതിനുശേഷം ശശികലയ്ക്ക് ഇഷ്ടം പോലെ കൊട്ടുകൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ കുറച്ച് വർഗീയപരമായിട്ടുള്ള വിദ്വേഷപരമായിട്ടുള്ള കുറച്ച് പ്രചരണങ്ങളാണെന്ന് കേട്ടോക്കെ. ഒരു സ്വതന്ത്രമായ ഒരു വായു ശ്വസിച്ചുകൊണ്ട് മലപ്പുറത്ത് നിങ്ങൾക്ക് ജീവിക്കുവാൻ സാധിക്കുമെന്ന് എനിക്കൊന്നുമില്ല. സ്വതന്ത്രമായ ഒരു അഭിപ്രായം പറഞ്ഞു പോലും ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ്, പ്രത്യേക ചില ആളുകളുടെ സംസ്ഥാനമാണ് എന്ന് പറഞ്ഞില്ല. ക്രിസ്ത്യാനികൾ, ബന്ധുക്കോസുകാർ എന്തുമാത്രം ഹിന്ദുക്കളെ കൺവെർട്ട് ചെയ്യുന്നു. ക്രിസ്ത്യാനികളെല്ലാം അങ്ങനെ ചെയ്യുന്നില്ല. ക്രിസ്ത്യൻ വിഭാഗത്തിലെ ബന്ധുക്കോസ് വിഭാഗങ്ങൾ പണം മുടക്കി ഹിന്ദുക്കളെ സാർവത്രികമായി കൺവെർഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. കേട്ടില്ലേ? വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ വാക്കുകൾ ഇഷ്ടം പോലെ ഇനിയും കിടക്കുന്നുണ്ട് കേട്ടോ. മുസ്ലിങ്ങളെ വേട്ടയാടലാണ് മെയിൻ പരിപാടി എന്നുള്ളതാണ്. ഇവരൊക്കെ എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കിടന്ന് ചിലക്കുന്നത് അറിയോ? ഈ നിയമങ്ങളൊന്നും അവർക്കൊരു വിഷയമല്ല, പുല്ലാണ് ഞങ്ങൾക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണെന്നുള്ളതാണ്. ഈ PC ജോർജിനെതിരെ ഇഷ്ടം പോലെ കേസ് വന്നിട്ടുണ്ട്. എല്ലാ കേസിലും ഭ്രാന്തിനുള്ള മരുന്നൊക്കെ കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് തോന്നുന്നു പുറത്തിറങ്ങുന്നത്. മരുന്ന് കഴിക്കാനുള്ളത് കൊണ്ടാണ് ജാമ്യം കിട്ടുന്നത് എന്നുള്ളതാണ്. എന്നാൽ അവൻ നിർത്തില്ല. ഈ ഇലക്ഷന് പോലും അവൻ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കേട്ടതല്ലേ? കേട്ടിട്ടില്ലെങ്കിൽ കുറച്ച് ഭാഗം. ഈ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിമാണോ അവൻ വർഗീയവാദിയാണ്. വർഗീയവാദിയല്ലാത്ത ഒരു മുസ്ലിമിൽ ലോകത്ത് ഇന്ത്യ മഹാരാജ്യം ജീവിച്ചിരിപ്പില്ല. എത്ര ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ ഹിന്ദുക്കളെ കൊന്നൊടുക്കുക, അല്ലെ ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെ കൊന്നൊടുക്കിയത് ഉമ്മാര് മുസ്ലിം രാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടി കുടുംബക്കെ നോക്കുക, ഉടനെ വിട്ടുക. മനസ്സിലായില്ലേ? ഇത്ര വൃത്തികെട്ടവന്മാര്, രാജ്യത്തെ കൊള്ളയടിക്കുന്നവന്മാര്. ഈ വാക്കുകൾക്ക് ജയിലിൽ കിടന്നു, ഒരു ദിവസം ജാമ്യത്തിൽ ഇറങ്ങി വന്നു എന്നുള്ളതാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അസുഖത്തിന് മരുന്ന് കുടിക്കണ്ടേ, അത് കാരണം പുറത്തു വന്നു. അത് കഴിഞ്ഞ് അടുത്തതും കൂടി കേൾക്കാം. ഞാൻ പറയുന്നത് ഈ രാജ്യത്തെ നശിപ്പിച്ചതിൽ ഒന്നാം പ്രതി ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത് മുസൽമാനാണ്. കടിച്ചൊക്കെ പറയാം, പിന്നെ കുഴപ്പം മുസൽമാനാണ്. അങ്ങേരെ വാപ്പ മോത്തിലാറിലെ ഒരു മുസ്ലിം എന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലോ. മോത്തിലാറിന്റെ വാപ്പ മുസ്ലിമാണെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ദൈവവിശ്വാസം ഇല്ലെന്ന് പറഞ്ഞ് കളിപ്പിൽ വെച്ച് മനുഷ്യടക്കാം. പുള്ളി പെരക്കാത്തല്ലേ, പെരക്കാത്ത 5 പേര് നിൽക്കരിക്കും. ഈ വാക്കുകൾക്ക് അന്ന് നല്ല രീതിയിൽ കയറിയവൻ കേട്ടതാണ്. എന്നാൽ ഇവ മുസൽമാന്മാരെ മാത്രമല്ല വേട്ടയാടിയിരുന്നത് കേട്ടോ, സ്വന്തം സമുദായത്തെ പോലും വേട്ടയാടിയിരുന്നു എന്നുള്ളതാണ്. ഇതിനൊക്കെയാണ് 8ന്റെ പണി കിട്ടേണ്ടത്. കിട്ടുക തന്നെ ചെയ്യും. അതും കൂടി ഒന്ന് കേൾക്കാം. അങ്ങനെ കുറെ പിതാക്കന്മാരുണ്ട്. എന്ത് ഉളത്തരം പറഞ്ഞു നടക്കുന്ന പിതാക്കന്മാർ. രാഷ്ട്രീയം BJP പറഞ്ഞ ഒരുമാതിരി ഹാലിളകുന്നു. എനിക്ക് തലയ്ക്ക് ശരിയില്ലാഞ്ഞിട്ടാണ് എൻ്റെ അഭിപ്രായം. നീ ഇത് തന്നെ കൊടുത്തേരെ കേട്ടോ. ഇത് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. BJP എന്ന് കേട്ടാൽ ഭയങ്കര ദേഷ്യം പിടിക്കുന്ന പറയുന്നത്. ദേഷ്യം പിടിക്കാതിരിക്കാൻ കഴിയില്ല. നോർത്ത് ഇന്ത്യയിൽ ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് പോലും അവിടെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത്. മണിപ്പൂരിലൊക്കെ ഇപ്പോഴും പ്രശ്നങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു എന്നുള്ളതാണ്. ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന് കൈ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നീറ്റ് പരീക്ഷയുടെ അവസ്ഥ അറിയില്ലേ? 4-5 തവണയൊക്കെയാണ് നീറ്റ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ മിസ്സായിക്കൊണ്ടിരിക്കുന്നത്. അത് പിന്നെ മിസ്സാവാതിരിക്കില്ലല്ലോ, കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അടക്കം കത്തിപ്പോയതല്ലേ അല്ലേ? അപ്പൊ ഇന്ന ആളുകളെ രാഷ്ട്രീയം പറയാവൂ എന്നുള്ള ഡയലോഗ് ഒന്നും ഇവിടെ വേണ്ട കേട്ടാ. ഇനി ഒന്നും കൂടി മൂർച്ചയുള്ള വാക്കുകൾ കേൾക്കാം.
ഈ ക്രിസ്ത്യാനി തമ്മിൽ ഇവിടെ കിടന്ന് ചാടുന്നവർ എത്ര ഉണ്ടെന്നറിയാം? ഞാൻ ഉൾപ്പെടെ ക്രിസ്ത്യാനി. ഇന്ത്യ രാജ്യത്ത് 2.5% എന്നകത്താണ് കിടന്ന് ചാടുന്നത്. BJP-യുടെ മാന്യത കൊണ്ടല്ലേ അവരെ ചുവന്നുകൊണ്ട് കിടക്കുന്നത്. BJP-യുടെ മാന്യത? എടാ മോനെ, നീ നിന്റെ ട്രൗസർ ഇട്ട് നടന്നാൽ മതി കേട്ടോ. നീ ക്രിസ്ത്യാനിക്കും വേണ്ടിയിട്ടും മുസൽമാനും വേണ്ടിയിട്ടും ഹിന്ദുക്കൾക്കും വേണ്ടി സംസാരിക്കണ്ട. നീ പണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് BJP-യിൽ പോയത് പണം ഉണ്ടാക്കാനാണെന്നുള്ളത്. ആ വീഡിയോ എന്റെ കയ്യിൽ കിടക്കുന്നുണ്ട്, ഞാൻ അതിൽ കുത്തി കയറ്റുന്നില്ല, അതവിടെ കിടക്കട്ടെ. അപ്പൊ പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, ഈ വർഗീയത പറയുന്ന നാക്ക് ഉണ്ടല്ലോ, ഈ നാക്ക് ഇനി അടിക്കാൻ പാടില്ല ഇവിടെ. അതിന് കർണാടകയിൽ കൊണ്ടുവന്ന ആ സ്പെഷ്യൽ ആക്ട് തന്നെ ഇവിടെയും കൊണ്ടുവരണം. VD സതീശൻ അത് കൊണ്ടുവരുന്നുള്ള വിശ്വാസം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ പറഞ്ഞ ഓരോ വാഗ്ദാനങ്ങളും നടപ്പിലാക്കുകയും വേണം. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നുള്ളതാണ്. അല്ലെങ്കിൽ UDF-നോടുള്ള ആ ഒരു വിശ്വാസമൊക്കെ തകർന്നരിപ്പണായി പോകും. ആ ഒരൊറ്റ കാരണം കൊണ്ട് ഇവിടെ ചിലപ്പോ BJP-യുടെ സീറ്റ് ഭാവിയിൽ കൂടാൻ സാധ്യതകൾ കാണുന്നുണ്ട്. പല പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടുള്ള ചില കുത്തിത്തിരിപ്പുകളൊക്കെ BJP ഓൾറെഡി നടത്തി കഴിഞ്ഞു. മുസ്ലിം ലീഗും UDF-ഉം തമ്മിൽ പിരിഞ്ഞാൽ തന്നെ ഇതിനൊക്കെ ഒരു എളുപ്പമാവുന്നുള്ള വിശ്വാസം കൊണ്ട് അവർ അതിൻ്റെ ഉള്ളിൽ തന്നെ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ BJP പുറത്ത് കളിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാലോ. സമുദായത്തെ ഇളക്കി വിട്ടാൽ സിമ്പിൾ ആയിട്ട് നടക്കും എന്നുള്ളത്. അപ്പൊ അത് വെച്ചിട്ടുള്ളൊരു കളി ഇപ്പൊ ഈ ഒരു മന്ത്രിസഭാ രൂപീകരണത്തിന്റെ ഭാഗമായിട്ട് തന്നെ നടന്ന ചർച്ചകളുടെ ഇടയിലേക്ക് ഒരുപാട് വിഷങ്ങൾ BJP കുത്തിക്കയറ്റിയിട്ടുണ്ട്. ഇപ്പൊ യുവമോർച്ചയും മറ്റുള്ള ആളുകളൊക്കെ ചേർന്ന് വനിതാ മോർച്ച എന്നൊക്കെ പറഞ്ഞിട്ട് KSRTC ബസ്സിൽ കയറുന്ന താണ്ഡവം നിങ്ങൾ കണ്ടില്ലേ? അവരുടെ ഈ ഒരു ഊർജ്ജവും ആർജവും കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് വെച്ചാൽ UDF-നെ വോട്ട് ചെയ്ത് മൊത്തം BJP-ക്കാരാണെന്നുള്ളത്. അവര് തോൽപ്പിക്കാൻ ശ്രമിച്ച ഒരു പാർട്ടി ജയിച്ച അധികാരത്തിൽ വരുമ്പോൾ അവര് പറഞ്ഞ വാഗ്ദാനം എന്ന് പറഞ്ഞിട്ട് ഒരു ഉളുപ്പില്ലാതെ ബസ്സിൽ കയറി ഇരിക്കാൻ ഇവർക്ക് എങ്ങനെ തോന്നുന്ന ഒരു പിടുത്തമില്ല. ഓക്കെ, അതല്ല വിഷയം, അത് നമുക്ക് വേറെ വിഷയമായിട്ട് സംസാരിക്കാം. ഇനി ശശികല പറയുന്നൊന്ന് കേൾക്കാം. ഹലാൽ എന്ന പ്രത്യേക തരത്തിൽ ബോർഡ് വെക്കുമ്പോൾ ആ ഹലാലിന്റെ പിന്നിലുള്ള ചടങ്ങുകൾ എന്തൊക്കെയാണ്? നമ്മൾ മന്ത്രം ചെല്ലും എന്ന് മാത്രമാണ് മുമ്പ് ധരിച്ചിരുന്നത്. മുസ്ലിങ്ങളായവർ പാചകം ചെയ്യണമെന്നോ അല്ലെങ്കിൽ അറക്കണമെന്നോ ഇത്രയും മുമ്പ് ധരിച്ചിരുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇത്തരത്തിൽ തുപ്പി ബർക്കത്തുണ്ടാക്കുന്ന ഒരു പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞപ്പോ മനസ്സിലായില്ല. ആരാണ് അങ്ങനെ തുപ്പി ബർക്കത്തുണ്ടാക്കുന്ന ഒരു പരിപാടി ചെയ്യുന്നത്? ഹലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് മൃഗത്തെയാണോ അറക്കുന്നത് ആ മൃഗത്തിന് കുറച്ച് വെള്ളം കൊടുക്കും, ബിസ്മി ചൊല്ലും, അറവ് നടത്തും, ഇത്രയേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് തുപ്പലും തൂറലൊന്നും ഇല്ല. അടിച്ചിറക്കുകയാണ് ഓരോ സാധനങ്ങൾ എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ വർഗീയത പറയുന്ന ആളുകള്, മനുഷ്യന്മാരുടെ ഇടയിൽ ഭിന്നിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകള്, ഹിന്ദു മുസൽമാനും ക്രൈസ്തവനും വ്യത്യസ്ത ഭാഗങ്ങളിൽ ഇരുന്ന് തമ്മിൽ തല്ലണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകള്, അവരൊക്കെ ജയിലിനകത്ത് പോവുക തന്നെ വേണം. അങ്ങനെ ഒരു നിയമം ഇവിടെ കർണാടകയിൽ നടപ്പിലാക്കി അതേപോലെ തന്നെ കേരളത്തിൽ നടപ്പിലാക്കണം. അത്ര എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ. എന്തായാലും മന്ത്രിസഭ രൂപീകരിച്ച് 21 അംഗമുള്ള മന്ത്രിസഭയാണ് രൂപീകരിച്ചിട്ടുള്ളത്. ഇനി കൃത്യമായിട്ട് ആരൊക്കെയാണ് ഇന്ന മന്ത്രിമാര് എന്നുള്ള കാര്യം കൂടി കൃത്യത കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ എളുപ്പമാവും എന്നുള്ളതാണ്. അല്ലാത്ത പക്ഷം ഇവിടെ യുവമോർച്ച അത് എന്നൊക്കെ പറഞ്ഞ് ഇവര് കിടന്ന് കുരയ്ക്കും. ആ കുരയ്ക്കല്ലെന്ന് ആരും മൈൻഡ് ചെയ്യണ്ട. പിന്നെ മുസ്ലിം ലീഗും ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യ രീതിയിൽ ഇലക്ഷനിൽ നിന്ന് മത്സരിച്ച് ജയിച്ച ആളുകളാണ്. അല്ലാതെ EVM തട്ടിപ്പ് നടത്തിയിട്ട് തന്ന ആളുകളല്ല. പിന്നെ നരേന്ദ്രമോദി കൊടുത്തതുപോലെ 15 ലക്ഷം രൂപ അക്കൗണ്ടിലിട്ട് തരാ എന്ന് പറഞ്ഞ് പറ്റിച്ചു വന്ന ആളുകളല്ല. ജനാധിപത്യ രാജ്യത്തിൽ ആ രീതിയിൽ ഇലക്ഷനിൽ നിന്ന് ജയിച്ച് വന്ന ആളുകളാണ്. അപ്പൊ ആ വെള്ളം അങ്ങ് മാറ്റി വെച്ചേരും എന്നുള്ളതാണ്. പിന്നെ ഹിന്ദുക്കളുടെ കാര്യം നോക്കാന് ഞങ്ങൾക്കറിയാം, BJP-ക്കാരും RSS-കാരും വരണമെന്ന് ഞങ്ങൾക്ക് ഒരു നിർബന്ധമില്ല. നിങ്ങളെ പിന്തുടരുന്ന ആളുകൾക്ക് വേണ്ടി നിങ്ങൾ സംസാരിച്ചോ, ഒരു കുഴപ്പമില്ല. അതുപോലെ തന്നെ ഓരോ സമുദായത്തിന് വേണ്ടിയിട്ട് സംസാരിക്കാൻ അവരുടെ സമുദായത്തിലുള്ള ആളുകൾ ഉണ്ടാകാം, രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാവാം, അവർ സംസാരിക്കട്ടെ. ആരും വർഗീയത പറയാതിരിക്കുക, മനുഷ്യന്മാരെ തമ്മിലടിപ്പിക്കാതിരിക്കുക, അത്ര പറയുന്നുള്ളൂ. എന്തായാലും VD സതീശൻ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്, അടുത്ത സ്റ്റെപ്പ് എന്താണെന്നൊക്കെ കണ്ടറിയാം. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് ഇടപ്പാൾ സൈനിങ് ഓഫ്.